എല്ലാവരും അത്ഭുത മാതാവ് അനുഗ്രഹിക്കട്ടെ. മക്കളെ, പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തി തന്ന ഈ അത്ഭുത പ്രാർത്ഥന നിങ്ങൾ ദയവായി മുഴുവനായിട്ട് പങ്കുചേരണം. മക്കളെ, നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നും നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടെന്നും പരിശുദ്ധി അമ്മ മാതാവിന് അറിയാം. അതിനാൽ തന്നെ പരിശുദ്ധി അമ്മ മാതാവ് നിങ്ങളെ സ്വന്തം മക്കളായി തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ സാധിച്ചു തരുവാനായിട്ട് പരിശുദ്ധി അമ്മ മാതാവ് നിങ്ങളെ സ്വന്തം മക്കളായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതിനാൽ തന്നെ നിങ്ങൾ ചാനലിൽ കയറി ജോയിൻ എന്നെ ക്ലിക്ക് ചെയ്ത് ഇന്ന് വൈകിട്ട് 7:30 പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവിൽ അധിക ഭക്തിയോട് കൂടെ തന്നെ പങ്കുചേർന്ന് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം പരിശുദ്ധി അമ്മ മാതാവിനോട് സമർപ്പിക്കുക. അപ്പോൾ നിങ്ങൾ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളായി തീരും. അനേക മക്കളാണ് ഇത്തരത്തിൽ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളായി തീർന്നുകൊണ്ട് ലൈവിൽ പങ്കെടുക്കുകയും ഈ ചാനലിലെ എല്ലാ ദിവസത്തെ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ട് അവരുടെ ആവശ്യങ്ങളെല്ലാം തന്നെ പരിശുദ്ധി അമ്മ മാതാവ് സാധിച്ചു കൊടുക്കുന്നത്. പരിശുദ്ധി അമ്മ മാതാവ് പ്രോമിസ് ചെയ്ത കാര്യമാണ്. എൻ്റെ സ്വന്തം മക്കളായി തീർന്ന മക്കളുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുമെന്ന് പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തി ഉറപ്പ് നൽകിയ കാര്യമാണ്. അത് പരിശുദ്ധി അമ്മ മാതാവ് ചെയ്യുക തന്നെ ചെയ്യുന്നുണ്ട്. മക്കളെയും ഈ പ്രാർത്ഥനയിൽ ഞാൻ പറയുന്ന സമയത്ത് പരിശുദ്ധി അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട് നൽകിയ കുരിശുരൂപമാണിത്. ഞാൻ പറയുന്ന സമയത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ സമർപ്പിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ പ്രാർത്ഥന മുഴുവനായിട്ട് പങ്കുചേർന്നതിന് ശേഷം ഈ പ്രാർത്ഥന നിങ്ങൾ മറ്റുള്ളവരിലേക്ക് നിങ്ങളാൽ കഴിയുന്ന അത്രയും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം പരിശുദ്ധി അമ്മ മാതാവിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. ഈ ലോകമുണ്ടായിട്ട്, ഈ മനുഷ്യനുണ്ടായിട്ട് പരിശുദ്ധി അമ്മ മാതാവ് ചെയ്തൊരു കാര്യമാണ് സ്വന്തം മക്കളായി ഈശോടൊപ്പം ചേർത്ത് പിടിച്ചുകൊണ്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളത്. പരിശുദ്ധി അമ്മ മാതാവ് അതിനാൽ തന്നെ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുവാനും ഈ ലോകത്തും ഈ ലോക ജീവിതത്തിന് ശേഷവും നിങ്ങളെ പരിശുദ്ധി അമ്മയുടെയും ഈശോടൊപ്പം ചേർത്ത് പിടിക്കാനുമാണ്. മക്കളെ, ഇത് നിങ്ങൾ നിരസിക്കരുത്. നിങ്ങൾ നിർബന്ധമായിട്ട് തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളും ഈ ചാനലിലെ ലൈവിൽ പങ്കുചേരണം. നിങ്ങൾ ജോയിൻ ചെയ്ത് ലൈവിൽ പങ്കുചേരുക. അമ്മ മാതാവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുന്നതിന് ഓർത്തിനോട് നന്ദി പറയുവാണ്. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ മക്കളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പരിശുദ്ധി അമ്മ മാതാവ് എടുത്തു നീക്കണമേ. ആദ്യം തന്നെ പരിശുദ്ധി അമ്മ മാതാവിനോട് ഒരുപാട് നന്ദി പറയുവാണ്. കാരണം ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, ഈ ആഗ്രഹങ്ങളുള്ള ഈ മക്കളെ പരിശുദ്ധി അമ്മ മാതാവ് സ്വന്തം മക്കളായി തിരഞ്ഞെടുത്തുകൊണ്ട് ഈ മക്കളുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുവാൻ പരിശുദ്ധി അമ്മ മാതാവ് ഈ മക്കളെ സ്വന്തം മക്കളായി തിരഞ്ഞെടുത്തതിന് ഓർത്തിനോട് നന്ദി പറയുവാണ്. പരിശുദ്ധി അമ്മയെ മാതാവേ, ഈ മക്കൾ കടന്നു പോകുന്ന ഓരോ ബുദ്ധിമുട്ടുകളും അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. പരിശുദ്ധി അമ്മയെ മാതാവേ, സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഈ മക്കളെ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഇടപെടലാൽ ഇവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായിട്ടും എടുത്തു നീക്കണമേ. എല്ലാ രീതിയിലും ഇവരുടെ ഭവനത്തിൽ സമ്പത്ത് കുമിഞ്ഞുകൂടുവാനും സാമ്പത്തിക ഉയർച്ചകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുവാനും പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാവണമേ. പരിശുദ്ധി അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളായി തീർന്ന മക്കളുടെ ജീവിതത്തിൽ പരിശുദ്ധി അമ്മ മാതാവ് അനവധി സാമ്പത്തിക ഉയർച്ചകൾ നടത്തുന്നതിന് ഓർത്തിനോട് നന്ദി പറയുവാണ്. അതുപോലെ തന്നെ ഈ മക്കളുടെ ജീവിതത്തിൽ പരിശുദ്ധി അമ്മ മാതാവ് അനേക സാമ്പത്തിക ഉയർച്ചകൾ പരിശുദ്ധി അമ്മ മാതാവ് നടത്തണമേ. ഈ മക്കൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം 100% സക്സസ് ആയി മാറുവാൻ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാവണമേ. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മ മാതാവെ, ഈ മക്കൾ കടബാധ്യതയിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ പരിശുദ്ധി അമ്മ മാതാവ് ഇവരുടെ കടബാധ്യത പൂർണ്ണമായിട്ടും എടുത്തു നീക്കണമേ. ഈ ഭവനത്തിലുള്ള എല്ലാ തരത്തിലുള്ള പൈശാചിക ബന്ധനങ്ങളും പരിശുദ്ധി അമ്മ മാതാവ് എടുത്തു നീക്കണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ ഭവനത്തിൽ എപ്പോഴും സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കണമേ. പരിശുദ്ധി അമ്മ മാതാവേ, ഇവരുടെ ഭവനത്തിൽ ഈ മക്കൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം 100% സക്സസ് ആകുവാനും ഈ മക്കൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എപ്പോഴും ഉയർച്ചയിലൂടെ മുന്നോട്ട് പോകുവാനും പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകണമേ. അമ്മ മാതാവ് ഈ മക്കളുടെ കുടുംബത്തിൽ അത്ഭുതം നടത്തണമേ. പരിശുദ്ധി അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കുന്നതിന് ഓർത്തിനോട് നന്ദി പറയുവാണ്. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മ മാതാവേ, കടബാധ്യതകൾ എത്ര തന്നെയാണെങ്കിലും അതെല്ലാം തന്നെ പരിശുദ്ധി അമ്മ മാതാവ് സ്വന്തം മക്കളായി തീർന്ന മക്കളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു നീക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മ മാതാവേ, ഈ മക്കളും പരിശുദ്ധി അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളായി പൂർണ്ണ മനസ്സോടുകൂടെ അമ്മയുടെ ലൈവിൽ പങ്കുചേരുന്നതാണ്. അതിനാൽ തന്നെ പരിശുദ്ധി അമ്മ മാതാവേ, ഈ മക്കളുടെ കടബാധ്യതകളെല്ലാം തന്നെ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അത് എത്രത്തോളമാണെങ്കിലും അതെല്ലാം തന്നെ പരിശുദ്ധി അമ്മ മാതാവ് എടുത്തു നീക്കിക്കൊണ്ട് പരിശുദ്ധി അമ്മ മാതാവിൻ്റെ സംരക്ഷണ വലയം ഈ മക്കളോടൊപ്പം ഉണ്ടാവണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ ഭവനത്തിൽ ഒരു രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ഒരു രീതിയിലുള്ള കടബാധ്യതകളോ ഇനി ഒരിക്കലും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാതിരിക്കുവാൻ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാവണമേ. അമ്മേ മാതാവേ, കടബാധ്യത ഇല്ലാത്തവരാണെങ്കിൽ പോലും കടബാധ്യത ഒരിക്കലും വരാതിരിക്കുവാൻ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ പ്രസൻസ് ഈ മക്കളുടെ ഭവനത്തിൽ ഉണ്ടാവണമേ. അത്രത്തോളം ഈ മക്കൾ ആഗ്രഹിക്കുന്ന രീതിയിലെല്ലാം സാമ്പത്തിക ഉയർച്ചകൾ, സാമ്പത്തിക നേട്ടങ്ങൾ ഈ മക്കളുടെ ഭവനത്തിൽ പരിശുദ്ധി അമ്മ മാതാവ് നേടിക്കൊടുക്കണമേ. അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിന് ഓർത്ത് നന്ദി പറയുവാണ്. പരിശുദ്ധി അമ്മ മാതാവ് പ്രോമിസ് നൽകിയ കാര്യമാണല്ലോ, എൻ്റെ സ്വന്തം മക്കളായി തീരുന്ന മക്കളുടെ ജീവിതത്തിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അതെല്ലാം എടുത്തു നീക്കുമെന്നും ആ മക്കൾ ആഗ്രഹിക്കുന്ന അത്രയും സമ്പത്ത് ആ മകളുടെ ഭവനത്തിൽ പരിശുദ്ധി അമ്മ മാതാവ് കൊണ്ടുപോയി കൊടുക്കുമെന്നും പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണല്ലോ. അനേക മക്കളിലാണല്ലോ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഇത്തരത്തിലുള്ള അത്ഭുതങ്ങൾ നടക്കുന്നത്. പരിശുദ്ധി അമ്മയെ മാതാവെ, ജപ്തിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരുടെ ജപ്തി വക്കിൽ നിന്ന് പരിശുദ്ധി അമ്മ മാതാവ് ഈ മക്കളെ വിടുവിക്കണമേ. അനേകം മക്കളെയാണല്ലോ പരിശുദ്ധി അമ്മ മാതാവ് സ്വന്തം മക്കളായി തീർന്നപ്പോൾ അവരുടെ ജപ്തി വക്കിൽ നിന്ന് കോടിക്കണക്കിന് കടബാധ്യതകളെല്ലാം തന്നെ എടുത്തു നീക്കിക്കൊണ്ട് ആ മക്കളെ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഇടപെടലാൽ സാമ്പത്തികപരമായിട്ട് ഉയർത്തിക്കൊണ്ട് ആ മക്കൾ ഇപ്പോഴും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മ മാതാവെ, ഈ മക്കളുടെ ജീവിതത്തിൽ പരിശുദ്ധി അമ്മ മാതാവ് അത്തരത്തിലുള്ള അത്ഭുതം നടത്തണമേ. അമ്മ മാതാവ് ഈ മക്കളെ ഈശോടൊപ്പം ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിന് ഓർത്ത് നമ്മുടെ നന്ദി പറയുവാണ്. പരിശുദ്ധി അമ്മ മാതാവെ, വിവാഹം നടക്കാത്ത മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പരിശുദ്ധി അമ്മ മാതാവെ, അവരാഗ്രഹിക്കുന്ന വ്യക്തിയുമായിട്ട് വിവാഹം നടക്കുവാൻ പരിശുദ്ധി അമ്മ
മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാവണമേ. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നല്ലൊരു കുടുംബം പണിയുവാനായിട്ട് പരിശുദ്ധ അമ്മ മാതാവ് ഈ മക്കളെ അനുഗ്രഹിക്കണമേ. അതുപോലെ തന്നെ ജോലിയില്ലാത്ത മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പരിശുദ്ധ അമ്മ മാതാവേ, ഈ മക്കൾ ആഗ്രഹിക്കുന്ന ജോലികൾ ഈ മക്കൾക്ക് ലഭിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാവണമേ. ഈ മക്കൾ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങൾ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ആ സാഹചര്യങ്ങളിൽ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ട് ഈ മക്കളെ പരിശുദ്ധ അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. ജോലി സാഹചര്യങ്ങളിൽ എത്രത്തോളം ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കൊണ്ട് സന്തോഷത്തോടെ സമാധാനത്തോടു കൂടെ ജോലി ചെയ്യുവാൻ, ഈ മക്കൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സാലറിയോടുകൂടെ ജോലി ചെയ്യുവാൻ ഈ മക്കളെ പരിശുദ്ധ അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അവരാഗ്രഹിക്കുന്ന ഗവൺമെൻറ് ജോലി ആ മക്കൾക്ക് ലഭിക്കണമേ. ഏതെങ്കിലും തരത്തിലുള്ള ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി എക്സാം എഴുതുന്നുണ്ടെങ്കിൽ അതിലെല്ലാം പരിശുദ്ധ അമ്മ മാതാവിൻ്റെ പ്രസൻസാൽ ഈ മക്കൾ എഴുതുന്നതെല്ലാം, അറ്റൻഡ് ചെയ്യുന്നതെല്ലാം എല്ലാം പൂർണ്ണമായിട്ട് 100% കറക്റ്റ് ആകുവാൻ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകണമേ. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയെ മാതാവെ, നേഴ്സുമാർ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അവരെ പൂർണ്ണമായിട്ടും ഏറ്റെടുത്തുകൊണ്ട് ആ മക്കളെ പരിശുദ്ധ അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. ആ മക്കളെ പരിശുദ്ധ അമ്മ മാതാവ് സുരക്ഷിതരാക്കണമേ. അമ്മേ മാതാവെ, വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മക്കളും ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പരിശുദ്ധ അമ്മയെ മാതാവെ, അമ്മ മാതാവ് വെളിപ്പെടുത്തിയതനുസരിച്ച് ആ മക്കളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകണമേ. അമ്മ മാതാവ് ആ മക്കൾക്ക് ഒരാപത്തും കൂടാതെ ഇരുകരങ്ങളിലും ചേർത്ത് പിടിച്ചുകൊണ്ട് ആ മക്കൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധ്യമാക്കി കൊടുക്കണമേ. പരിശുദ്ധ അമ്മ മാതാവ് വെളിപ്പെടുത്തി പറയുന്നു, ഈ മക്കളെല്ലാവരും, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരും തന്നെ ഈ ചാനലിൽ കയറി ജോയിൻ എന്ന് ക്ലിക്ക് ചെയ്ത് ഇന്ന് വൈകിട്ടുള്ള ലൈവിൽ പങ്കെടുത്ത് പരിശുദ്ധ അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളായി തീർന്നുകൊണ്ട് ജീവിതകാലം മുഴുവൻ പരിശുദ്ധ അമ്മയുടെ കൂടെ ചേർന്ന് നിൽക്കുക എന്ന് അമ്മ മാതാവ് വെളിപ്പെടുത്തി പറയുന്നു. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലുള്ള മക്കളെല്ലാവരും തന്നെ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളായി തീരുവാനായിട്ട് പരിശുദ്ധ അമ്മ നിർബന്ധം പറയുന്നു. അമ്മ മാതാവ് ഈ മക്കളെ അനുഗ്രഹിക്കുന്നതിന് ഓർത്ത് നമ്മുടെ നന്ദി പറയുവാണ്. പരിശുദ്ധ അമ്മ മാതാവ് ഈ മക്കളെ സുരക്ഷിതരായിട്ട് ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അമ്മേ മാതാവേ, അതുപോലെ തന്നെ ഈ മക്കളുടെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എല്ലാ ക്ലേശങ്ങളും പരിശുദ്ധ അമ്മ മാതാവ് എടുത്തു നീക്കണമേ. അമ്മ മാതാവ് ഈ മക്കളുടെ മനസ്സിലുള്ള എല്ലാ വേദനകളിലും ഉണ്ടാകുന്ന കാര്യങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ട് ഈ മക്കളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണമേ. കണ്ണീരിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മേ മാതാവേ, അവരുടെ കണ്ണീരെല്ലാം തുടച്ചുകൊണ്ട് ഇനി വരും ദിവസങ്ങൾ മുഴുവൻ സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ഒരു ജീവിതമാക്കി പരിശുദ്ധ അമ്മ മാതാവ് മാറ്റണമേ. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മേ മാതാവേ, സ്വന്തമായിട്ട് ഭവനമില്ലാത്ത മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പരിശുദ്ധ അമ്മേ മാതാവേ, അവരാഗ്രഹിക്കുന്ന ഭവനം ആ മക്കൾക്ക് ലഭിക്കുവാൻ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകണമേ. സ്വന്തം മക്കളായി തീർന്നപ്പോൾ പരിശുദ്ധ അമ്മ മാതാവ് ഭവനമില്ലാത്ത മക്കൾക്കെല്ലാം ഭവനം നൽകിയല്ലോ. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മേ മാതാവേ, ഈ മക്കളെയും പരിശുദ്ധ അമ്മ മാതാവ് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ മക്കളുടെ ജീവിത സാഹചര്യത്തിൽ ഈ മക്കൾക്ക് നല്ലൊരു ഭവനം ലഭിക്കുവാൻ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകണമേ. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മേ മാതാവേ, മക്കളില്ലാത്ത ദമ്പതികൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പരിശുദ്ധ അമ്മേ മാതാവേ, ഈ മക്കൾക്ക് ഈ ദമ്പതികൾക്ക്, ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ദമ്പതികൾക്ക് മക്കളെ നൽകി അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മ മാതാവ് സ്വന്തം മക്കൾക്ക് പരിശുദ്ധ അമ്മ മാതാവിൻ്റെ അത്ഭുതത്താൽ ഒരു നല്ലൊരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശുദ്ധ അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ഈ മക്കളെയും പരിശുദ്ധ അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. അമ്മേ മാതാവേ, അതുപോലെ തന്നെ പരിശുദ്ധ അമ്മേ മാതാവേ, സ്ഥലമോ വീടോ വിൽക്കുവാൻ ആഗ്രഹിക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അവർ ആഗ്രഹിക്കുന്നതിൽ എത്രയോ കൂടുതൽ വിലയിലൂടെ ആ സ്ഥലം വീട് വിൽക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകണമേ. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഭവനങ്ങളെ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ആ ഭവനത്തിൽ എല്ലാ തരത്തിലുള്ള സമാധാനവും സന്തോഷവും നിറഞ്ഞു നിൽക്കണമേ. എപ്പോഴും സാമ്പത്തിക ഉയർച്ചകൾ ഉണ്ടാകണമേ. ആ മക്കൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ 100% സക്സസ് ആയി മാറുവാൻ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകണമേ. ഈ മക്കൾ ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ് സംരംഭം ആരംഭിക്കാൻ പോകുന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മ മാതാവ് അവരുടെ മുൻപിൽ നിന്നുകൊണ്ട് മക്കളുടെ ആഗ്രഹം പരിശുദ്ധ അമ്മ മാതാവ് സാധിച്ചു കൊടുക്കണമേ. അമ്മേ മാതാവേ, എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും ഈ മക്കളെ പരിശുദ്ധ അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. ഏതെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥന പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിൽ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ട് സൗഖ്യം നൽകണമേ. അതുപോലെ തന്നെ ജന്മനായ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ മാതാവ് സൗഖ്യം നൽകിക്കൊണ്ട് ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഈ നിമിഷം വിട്ടുമാറട്ടെ. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മേ മാതാവേ, ഈ മക്കളുടെ ഭവനത്തിന് നമ്മുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. എപ്പോഴും സന്തോഷം സമാധാനം നിറഞ്ഞു നിൽക്കണമേ. അമ്മേ മാതാവ്, ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ഈ മക്കളുടെ എല്ലാ ക്ലേശങ്ങളും പരിശുദ്ധ അമ്മ മാതാവ് എടുത്തു നീക്കണമേ. അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നമ്മൾ നന്ദി പറയുവാണ്. അമ്മേ മാതാവേ, ഒരു അപകടത്തിൽ പെട്ടുപോകാനും ഈ മക്കളെ പരിശുദ്ധ അമ്മ മാതാവ് അനുവദിക്കരുത്. ഈ മക്കളെ യാത്ര ചെയ്യുന്ന സാഹചര്യങ്ങൾ ഒരു ജീവികളിൽ നിന്നോ പ്രകൃതിയിൽ നിന്നോ ഒരപകടവും കൂടാതെ ഈ മക്കളെ പരിശുദ്ധ അമ്മ മാതാവ് കാത്തു സംരക്ഷിക്കുന്നതിനെ ഓർത്ത് നമ്മൾ നന്ദി പറയുവാണ്. അമ്മേ മാതാവ്, ഇപ്പോൾ ഈ മക്കൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനാവശ്യം അമ്മയുടെ പക്കലേക്ക് എത്തിക്കൊണ്ട് ആ കാര്യത്തിൽ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടാകണമേ. മക്കളെ, നിങ്ങളുടെ പ്രാർത്ഥനാവശ്യം നിങ്ങൾ സമർപ്പിക്കും. അമ്മേ മാതാവേ, ഇപ്പോൾ ഈ മക്കൾ സമർപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥന ആവശ്യം അമ്മയുടെ പക്കലേക്ക് എത്തിയിരിക്കുകയാണല്ലോ. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഇടപെടൽ മക്കളുടെ കാര്യത്തിൽ ഉണ്ടാകുന്ന ഓർത്ത് നമ്മുടെ നന്ദി പറയുവാണ്. ആ പ്രാർത്ഥനയുടെ കാര്യത്തിൽ പരിശുദ്ധ അമ്മ മാതാവ് ഇടപെടുന്ന ഓർത്ത് നമ്മുടെ നന്ദി പറയുവാണ്. ഈ മക്കളിൽ പരിശുദ്ധ അമ്മ മാതാവ് അത്ഭുതം നടത്തുന്ന ഓർത്ത് നമ്മുടെ നന്ദി പറയുവാണ്. പരിശുദ്ധ അമ്മ മാതാവ് വെളിപ്പെടുത്തിയതനുസരിച്ച് ഈ മക്കൾ പരിശുദ്ധ അമ്മയോട് കൂടെ ചേർന്ന് നിൽക്കുന്ന മക്കളാണ്. അമ്മ മാതാവ് ഈ മക്കളെ അനുഗ്രഹിക്കണം. ഈ മക്കളെ തുടരണമേ. ഈ മക്കളുടെ എല്ലാ ക്ലേശങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും പരിശുദ്ധ അമ്മ മാതാവ് എടുത്ത് നീക്കണമേ. പരിശുദ്ധ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട് നൽകിയ ഈ കുരിശ് രൂപം വെച്ച് ഇപ്പോൾ നിങ്ങളെ ആശീർവദിക്കുന്നതാണ്. നിങ്ങളെല്ലാവരും കൂപ്പിട്ട് നിൽക്കുക. പരിശുദ്ധ അമ്മ മാതാവേ, ഈ മക്കളെ പരിശുദ്ധ അമ്മ മാതാവ് ഈശോടൊപ്പം ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ മക്കളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പരിശുദ്ധ അമ്മ മാതാവ് ഈ നിമിഷം തന്നെ
എടുത്ത് നീക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. ഈ മക്കളുടെ സാമ്പത്തിക ക്ലേശങ്ങളെല്ലാം പരിശുദ്ധ അമ്മ മാതാവ് എടുത്ത് നീക്കുന്നതിനെ ഓർത്ത് ഞാൻ ഇവിടെ നന്ദി പറയുവാണ്. അമ്മേ മാതാവ്, ഈ മക്കളെ ഒരു തരത്തിലുള്ള പൈശാചിക ബന്ധങ്ങളിലൂടെ കടന്നു പോകാൻ ഈ മക്കളെ അനുവദിക്കരുത്. ഈ മക്കളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഈ മക്കളെ നിന്ന് എടുത്ത് നീക്കണമേ. ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ക്ലേശങ്ങളോ ഈ മക്കളിൽ വന്നു ചേരാതിരിക്കുവാൻ പരിശുദ്ധ അമ്മ മാതാവിന്റെ കൃപയുണ്ടാവണമേ. അമ്മേ മാതാവ്, ഈശോടൊപ്പം ഈ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ മക്കളെ പരിശുദ്ധ അമ്മ സ്വന്തം മക്കളെ തിരഞ്ഞെടുത്തുകൊണ്ട് ഈ മക്കൾ പരിശുദ്ധ അമ്മയോട് കൂടെ ചേർന്ന് നിൽക്കുന്ന മക്കളാണ്. അമ്മേ മാതാവ്, ഈ മക്കൾ തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മ മാതാവിനോടുള്ള ലൈവിൽ പങ്കെടുത്തുകൊണ്ട് അമ്മ മാതാവിനോട് എല്ലാ കാര്യങ്ങളും നേരിട്ട് തുറന്ന് പറയുന്ന മക്കളെ തീരുന്നതാണ്. പരിശുദ്ധ അമ്മേ മാതാവ്, ഈ മക്കളെ എല്ലാ പൈശാചിക ബന്ധങ്ങളിൽ നിന്നും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എല്ലാ ക്ലേശങ്ങളിൽ നിന്നും പരിശുദ്ധ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട് നൽകിയ ഈ കുരിശ് രൂപം വെച്ച് ഈ മക്കളെ പരിശുദ്ധ അമ്മ മാതാവ് ഈശോടൊപ്പം ചേർത്ത് പിടിച്ചുകൊണ്ട് ആശീർവദിക്കുന്നതിനെ ഓർത്ത് നമ്മുടെ നന്ദി പറയുവാണ്. അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നമ്മുടെ നന്ദി പറയുവാണ്. മക്കളെ പരിശുദ്ധ അമ്മ മാതാവ് നിങ്ങളെ ചേർത്ത് പിടിച്ച് നിങ്ങൾ അനുഗ്രഹിച്ചിരിക്കും. ശുദ്ധ അമ്മേ മാതാവ്, ഈ ചാനലിലെ പ്രാർത്ഥനകളെല്ലാം മറ്റു മക്കളിലേക്ക് അമ്മ മാതാവിനെ എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുന്ന മക്കളെ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ആ മക്കളെ പരിശുദ്ധ അമ്മ മാതാവ് ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ മാതാവ് വെളിപ്പെടുത്തിയതനുസരിച്ച് മക്കളെ നിങ്ങൾ ചാനലിൽ കയറി ജോയിൻ എന്ന് ക്ലിക്ക് ചെയ്ത് ഇന്ന് വൈകിട്ട് 7:30 പരിശുദ്ധ അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവിൽ നിങ്ങൾ അതിഭക്തിയോട് കൂടെ പങ്കുചേർന്ന് നിങ്ങൾ പരിശുദ്ധ അമ്മ മാതാവിനോട് നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ വേദനകളെല്ലാം സമർപ്പിക്കുക. അപ്പോൾ നിങ്ങൾ പരിശുദ്ധ അമ്മ മാതാവിന്റെ സ്വന്തം മക്കളായി തീരും. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഓരോന്നോരായി സാധിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ കൺമുന്നിൽ നിങ്ങൾ കാണും. പരിശുദ്ധ അമ്മ മാതാവ് നിങ്ങൾ എല്ലാവരും അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ പ്രാർത്ഥന വീഡിയോ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക.